വചനസാരം വചനസാരം. ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ള തർക്കമാണ്. വിവാഹമോചനം സാധ്യമാണോ അല്ലയോ? വിവാഹമോചനം സാധ്യമാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഇന്നും വളരെ പ്രസക്തമാണ്. കാരണം വളരെയേറെ ഗാർഹിക പീഡനങ്ങളും ഉപദ്രവങ്ങളും സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഉപദ്രവങ്ങളും ഒക്കെ കാണുമ്പോൾ വിവാഹ മോചനത്തിന് സാധ്യതയില്ലേ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ വിവാഹമോചനം അനിവാര്യമാണ് എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വരാം. ഇത് തന്നെയാണ് ഫരിസേയരും ചോദിക്കുന്നത്, വിവാഹമോചനം സാധ്യമാണോ ഇല്ലയോ? ക്രിസ്തുവിന്റെ മറുപടി പ്രകാരമാണ് വിവാഹമോചനം സാധ്യമല്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തർക്കം നടക്കുന്നത് യഥാർത്ഥത്തിൽ 6ാമത്തെ കൽപ്പനയെ അടിസ്ഥാനമാക്കിയാണ്. ദൈവം നൽകിയ 6ാമത്തെ കൽപ്പന വ്യഭിചാരം ചെയ്യരുത്. ജീവിത വിശുദ്ധി അനിവാര്യമാണ്. വിവാഹം കഴിച്ചവരായാലും വിവാഹം കഴിക്കാത്തവരായാലും ജീവിത വിശുദ്ധി, വ്യഭിചാരം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചവരാണ് എങ്കിൽ ആ ജീവിതത്തില് വിശ്വസ്തത പുലർത്തി ദൈവം ആഗ്രഹിക്കുന്ന ആദ്യം മുതലേ ദൈവം യോജിപ്പിച്ച സ്ത്രീ പുരുഷ ബന്ധത്തില് ഏറ്റവും വിശ്വസ്തയോടെ ജീവിക്കേണ്ട ഒരു കുദാശ എന്ന നിലയില് വിവാഹം എന്ന ജീവിതത്തില് വിശ്വസ്തയോടെ ഭാര്യ-ഭർത്തൃ ബന്ധത്തില് വിശ്വസ്ത പുലർത്തി ജീവിക്കണം എന്നുള്ള ഒരു വസ്തുത തന്നെയാണ് ക്രിസ്തു എടുത്തു പറയുന്ന ഒരു കാര്യം. വിവാഹം കഴിക്കുന്നവർക്ക് ഇത്രയും ദുഷ്കരമാണ് എന്ന് മറ്റൊരു സാഹചര്യത്തിൽ പത്രോസ് പറയുമ്പോഴോ ക്രിസ്തു പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലോ ദൈവരാജ്യത്തെ പ്രതി ഈ സ്വയം ഷണ്ഡന്മാരായിട്ട് ജീവിക്കാം. അതായത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തെ പ്രതി സമർപ്പിതരായി, സ്വയം ബോധ്യത്തോടുകൂടി സമർപ്പിതരായി ജീവിക്കാം. അവിടെയും ആത്യന്തികമായ കൽപ്പന ഇത് തന്നെയാണ്, വ്യഭിചാരം ചെയ്യരുത്, ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കണം. ഈ ഒരു കാര്യമാണ് ക്രിസ്തു എടുത്തു പറയുന്ന കാര്യം. വിവാഹമോചനം സാധ്യമല്ല എന്ന് പറയുമ്പോഴോ ഇന്ന് വിവാഹത്തില് വളരെയേറെ തർക്കങ്ങള്, ആത്മാർത്ഥതയില്ലായ്മ, കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ, ആത്മസമർപ്പണമില്ലായ്മ, സ്നേഹമില്ലായ്മ ഒക്കെ കാണുമ്പോഴ് ഉപദ്രവങ്ങളും വേദനകളും നിന്ദനങ്ങളും പരിഹാസങ്ങളും എല്ലാം നമ്മൾ കാണുമ്പോഴോ അതിനെ വിവാഹം എന്ന് വിശേഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. വിവാഹ ബന്ധമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. അവിടെ എവിടെയാണ് ഭാര്യ-ഭർത്തൃ ബന്ധത്തിന്റെ പവിത്രത, ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്ന ആത്മാർത്ഥത എവിടെയാണ്? അതൊന്നും കാണുന്നില്ല. വിവാഹ ജീവിതത്തിന്റെ പവിത്രതയും ജീവിത വിശുദ്ധിയുടെയും അനിവാര്യതയും എടുത്തു കാട്ടിക്കൊണ്ട് തന്നെയാണ് ക്രിസ്തു പറയുക വിവാഹമോചനം സാധ്യമല്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ ബന്ധങ്ങളിലും അതിൻ്റെതായ പവിത്രത നിലനിർത്തേണ്ട, ഓരോ ദൈവവിളിയിലും ഓരോ ജീവിതാന്തസ്സിലും അതിൻ്റെതായ വിശുദ്ധിയും പവിത്രതയും നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് ക്രിസ്തു പറയുക. വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്നുള്ള 6ാമത്തെ കൽപ്പനയാണ് യഥാർത്ഥത്തിൽ ഈ തർക്കത്തിന്റെ പിന്നിലുള്ളത്. ആ ഒരു കാര്യത്തിൽ ഊന്നിയാണ് വിവാഹമോചനം സാധ്യമല്ല എന്നുള്ള കാര്യം ക്രിസ്തു ഇവിടെ എടുത്തു പറയുക. ഓരോ ജീവിതാന്തസ്സിലേക്ക് വിളിക്കപ്പെട്ടവർക്കും ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ്. ജീവിത വിശുദ്ധി, ആത്മാർത്ഥത, അത് ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാം. വിവാഹത്തിന്റെ പവിത്രതയെ മനസ്സിലാക്കാൻ, അതിൻ്റെ ആ ആത്മത്യാഗ സമർപ്പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ നമ്മുടെ യുവാക്കൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. വചനസാരം വചനസാരം.